ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ വിജീഷ് ഫാമിലി. അപ്പോൾ രാവിലെ തന്നെ എന്ത് ഇതൊക്കെ എടുത്തിക്കുന്നില്ല. രാവിലെ കുറേ പൂളൊക്കെ വിരിഞ്ഞ് നിന്നപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഇതിനകത്ത് തന്നെ രാവിലെ തുടങ്ങട്ടെന്ന് വിചാരിച്ച്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് അമ്മ വന്നിട്ടുണ്ടായിരുന്നു കൊല്ലത്തുനിന്ന്. അപ്പം തുണി ഒഴുക്കൊക്കെ താണ്ട് അമ്മ ഇന്ന് ഏറ്റെടുത്ത്. കഴിവുണ്ടെന്ന് പറഞ്ഞാലും കേൾക്കത്തില്ല. അങ്ങനെ അമ്മ അതെല്ലാം ഏറ്റെടുത്ത്. പിന്നെ ഞാൻ ഇപ്പോൾ വിചാരിച്ചു എന്നാൽ രാവിലത്തേക്ക് അമ്മ എന്തായാലും തുണി ഒഴുകും. അപ്പോൾ വിചാരിച്ച് രാവിലെ അന്ന് ആഹാരം ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ച് രാവിലത്തെ കാപ്പിക്ക് അപ്പവും ചമ്മന്തിയുമായിരുന്നു. നമ്മൾ ഈ തേങ്ങ വറുത്ത് ചമ്മന്തി ഉണ്ടാക്കുമല്ലോ, ആ ചമ്മന്തിയായിരുന്നു. പിന്നെ രാവിലെ രാവിലെ പോയി. അമ്മയ്ക്കും ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയും ജോലിക്ക് പോയി. പിന്നെ ഞങ്ങൾ ഇത്രയും പേരെ ഉള്ളായിരുന്നു. ഞാനും അമ്മയും പിള്ളേരും അച്ഛനും മാത്രമേ വീട്ടിലുള്ളായിരുന്നു. ഇപ്പോഴത്തേക്ക് എൻ്റെ പാത്രമൊക്കെ കഴുകാൻ കിടപ്പുണ്ടായിരുന്നു. അതെല്ലാം കഴുകി ഞാൻ. പിന്നെ കറിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. നമുക്ക് രാവിലെ കാപ്പി മാത്രം ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. പിന്നെ ഇനി എന്തെങ്കിലും തോരനോ അങ്ങനെ എന്തെങ്കിലും കൂടി ഉണ്ടാക്കണം. കാരണം മീൻ കറിയും മീൻ വറുത്തതും ഒക്കെ തലേന്നത്തെ എല്ലാം ഇരിപ്പുണ്ടായിരുന്നു. അപ്പം പിന്നെ വെറുതെ ഇനി അത് ഉണ്ടാക്കി വെറുതെ വേസ്റ്റ് ആക്കണമല്ലോ. അപ്പം അതെല്ലാം തീർന്നിട്ട് വൈകുന്നേരം കറി വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോഴത്തേക്കാണ് ഞാൻ പിന്നെ അപ്പമൊക്കെ ഉണ്ടാക്കിയിട്ട് തേങ്ങ വെച്ച് ചമ്മന്തി അരയ്ക്കാനായിട്ട് എടുത്ത്. ഇത് എങ്ങനെ ഇതിൻ്റെ പേരെന്തോന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മളിവിടെ തേങ്ങ തേങ്ങ ചമ്മന്തി അരയ്ക്കുമല്ലോ. ചമ്മന്തി അരച്ചിട്ട് നമ്മൾ കടുവും എല്ലാം പൊട്ടിച്ചിട്ട് ഇത് വറുത്ത് കോരി എടുക്കത്തേ ഉള്ളൂ. ഈസിയാണ്. അപ്പത്തിന് എനിക്കൊന്ന് മുട്ടക്കറി അങ്ങനെയുള്ള കിഴങ്ങറി അതൊക്കെ ഒന്നും ഇല്ലാത്തപ്പം ഇതൊക്കെ കൊണ്ട് തട്ടിക്കൂട്ടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. വേറെ ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം വിചാരിച്ചെന്നാൽ പിന്നെ പ്രത്യേകിച്ച് ഇനി ഞങ്ങൾക്കായിട്ട് എന്തിനാ കറി ഉണ്ടാക്കുന്നത്, ഇതാകുമ്പം ഈസിയാണല്ലോ. അപ്പം പിന്നെ അതങ്ങനെ അങ്ങ് ഉണ്ടാക്കിയെടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറേ കലാപരിപാടികളുണ്ട് വേറെ. ഇത് പരിപാടികളൊന്നും, അതായത് കറിയും ഒന്നും വെക്കണ്ടെങ്കിലും വെളിയിൽ ശരിക്കും പണി കിടപ്പുണ്ട്. നമുക്കിനിയിപ്പോൾ ഏറ്റവും വലിയ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൃശ്ചിക മാസത്തെ കാറ്റ് തുടങ്ങി. അപ്പം കരിയിലയാണ് ഏറ്റവും വലിയ വില്ലൻ. ഇനിയിപ്പം തൂത്ത് മനുഷ്യനെ നടുവൊടിയുന്നൊരു പരിപാടിയാണ് ഇനിയിപ്പം അങ്ങോട്ട് അരങ്ങേറാൻ പോകുന്നത്. കാരണം നമുക്ക് മുറ്റത്ത് മരങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിലും 4 ഭാഗത്ത് റബ്ബർ മരങ്ങളുണ്ട്. അപ്പം ആ ഭാഗത്തുള്ള എല്ലാ റബ്ബറിൻ്റെ ഇലകൾ നമ്മൾ അയത്ത് കാണും. ചമ്മന്തിയാണോ? ഞങ്ങൾ നാലോടി പിന്നെ ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം ഞാനും ശ്രീമോളൂടി കോവയ്ക്ക പറിക്കാനായിട്ട് പോയി. നമ്മൾ തൊട്ടപ്പുറത്തൊരു സ്കൂൾ ഗ്രൗണ്ടുണ്ട്. നമ്മളിപ്പോൾ അവിടെ സ്കൂള് പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് ആ ഭാഗത്തോട്ട് നമ്മൾ കോവയ്ക്കയുടെ വള്ളി പടർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ വലയിട്ടിട്ട് നമ്മൾ പടർത്തിയിട്ടേക്കുമായിരുന്നു. അങ്ങനെ ഞാനും ശ്രീമോളൂടി കോവയ്ക്ക പറിക്കാനായിട്ട് പോയേക്കുമായിരുന്നു. നമുക്ക് എന്തെങ്കിലും തോരനോ വെഴുക്കുരട്ടി എന്തെങ്കിലും ആക്കണമല്ലോ. അപ്പം പ്രത്യേകിച്ച് വീട്ടിൽ ഒന്നും ഇല്ലായിരുന്നു. അപ്പം അച്ഛൻ പറഞ്ഞു എനിക്ക് കോവയ്ക്ക നല്ല വിളഞ്ഞത് കിടപ്പുണ്ട്, എന്നാൽ പോയി അതെടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാനും ശ്രീമോളൂടെ അവിടെ കോവയ്ക്കയെല്ലാം കൊണ്ടുവന്നു. കോവയ്ക്കൊക്കെ അത്യാവശ്യം നല്ല തോനെയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയ്ക്കൂടി കുറച്ച് കൊടുത്തു വിടാമെന്ന്. അപ്പോഴത്തേക്കാണ് നമ്മൾ വീട്ടിലൊരു ചേച്ചി വരും, അത്തച്ചിട്ടി. നമ്മൾ അത്താകുമ്പോഴത്തേക്ക് നമ്മൾ വെക്കുന്ന എത്ര 100 ആയാലും 50 ആയാലും നമ്മൾ വെക്കുന്ന കാശ് നമുക്ക് അവസാനം കിട്ടും. അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഓടി കുളിച്ചൊരുങ്ങി ഒരു സ്ഥലം വരെ പോയി. എവിടെ പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത അമ്പലത്തിൽ കഞ്ഞിസദ്യയുണ്ട്. അപ്പം നമുക്ക് എപ്പോഴും കിട്ടുന്നതല്ലല്ലോ. അമ്മ വന്നതുകൊണ്ട് അപ്പോൾ അമ്മ പറഞ്ഞു അമ്മയ്ക്ക് കഞ്ഞി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ കോവയ്ക്കെല്ലാം അമ്മ വിഴക്ക് വരട്ടിക്കോളാം, ഞാൻ എന്നാൽ പോയി കഞ്ഞി മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ശ്രീമോളൂടി കഞ്ഞി മേടിക്കാൻ പോകുന്ന പോക്കാം. നമ്മൾ തോനെ ദൂരമൊന്നുമില്ല, തൊട്ടപ്പുറത്ത് തന്നെയാണ്. പിന്നെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് പോയിട്ട് വരാമല്ലോ എന്ന് വെച്ചിട്ട്, നടന്നു പോകുന്നതിനൊക്കെ എളുപ്പമാണല്ലോ, വണ്ടിയിൽ പോയിട്ട് വന്നാൽ പെട്ടെന്ന് പോയിട്ട് വരാമല്ലോ എന്ന് വെച്ചിട്ട് ഞാനും ശ്രീമോളൂടി കഞ്ഞി മേടിക്കാനായിട്ട് അമ്പലത്തിലോട്ട് പോകുമായിരുന്നു. അപ്പോഴത്തേക്ക് ചെന്നപ്പോൾ കഞ്ഞി കൊടുക്കാൻ തുടങ്ങിയില്ല. കഞ്ഞിയെല്ലാം എടുത്ത് വെച്ചിട്ടേ ഉള്ളൂ. ഇനി അതെല്ലാം നേദിച്ചതിന് ശേഷം 12 മണി കഴിഞ്ഞ് വായന കഴിഞ്ഞിട്ട് നേദിച്ചതിന് ശേഷം നമുക്ക് തരുത്തുള്ളൂ. അപ്പോഴത്തേക്ക് നേദിച്ച് ആൾക്കാർക്കൊക്കെ കഞ്ഞി കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ അതാണ്ട് ഞാനും ശ്രീമോളും കഞ്ഞി അവിടെ തന്നെ വെച്ച് കുടിച്ചിട്ടാണ് വീട്ടിലോട്ട് വന്നത്. കാര്യം ചെറിയൊരു പാത്രം ഞാൻ കൊണ്ടുപോയുള്ളൂ. അമ്മയ്ക്കും കഞ്ഞിയും കറിയും കൊണ്ടുവരാനായിട്ട്. ഭയങ്കര ടേസ്റ്റായിരുന്നു. നല്ല അടിപൊളി കഞ്ഞിയും കറിയുമായിരുന്നു. നമ്മളിവിടെ അസ്ത്രം എന്നാണ് പറയുന്നത് ഈ കറിക്ക്. നിങ്ങളെ കുടിച്ചാ ആന്നറി കാണാടി എന്തോ അമ്മക്ക് കുടിക്കാം.
നമ്മളെ കഞ്ഞിയും കറിയും എല്ലാം ഒഴിച്ച് വെച്ചിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് അകത്തിരിക്കണ്ട, പുറത്ത് പോയിട്ട് ഇരിക്കാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഇനിയിപ്പം എല്ലാം കൂടി കൈയിട്ട് ഇളക്കി ഒരു പരുവാക്കും. കഞ്ഞിയായാലും ചോറായാലും എന്ത് സാധനം കൊടുത്താലും നമ്മൾ കഴിക്കുന്നിടത്ത് ഫുള്ളും ആക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്ക് വെളിയിൽ പോയിരുന്ന് കഴിക്കാം. അതാകുമ്പോൾ അഴുക്കാക്കിയാലും നമുക്ക് കുഴപ്പമില്ല, തൂത്ത് വൃത്തിയാക്കി കളഞ്ഞാൽ മതിയല്ലോ. അകത്താകുമ്പോൾ പിന്നെ നമ്മൾ തുടയ്ക്കാനൊക്കെ നിൽക്കണം. പിന്നെയാണ് ഞങ്ങൾ വയലിലോട്ട് പോകാൻ പോയപ്പോഴത്തേക്ക് അവിടെയൊക്കെ കൈതച്ചക്കയൊക്കെ നടേ പിടിച്ച് കിടക്കുന്നു. ഒന്നും പഴുത്തിയൊന്നുമില്ല, പച്ച പരുവാണ്. ഞങ്ങൾ ചക്ക നോക്കാനായിട്ട് പോയത്. അമ്മ കൊല്ലത്തോട്ട് പോകുമ്പം ചക്ക ഉണ്ടെങ്കിൽ കൊണ്ടുപോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അച്ഛൻ ഇത് വാഴയും ചീനിയൊക്കെ നടുന്ന സ്ഥലമാണ്, വയൽ ഭാഗമാണ്. അപ്പം അവിടെ ഒരു പ്ലാവ് നിൽപ്പുണ്ട്. അപ്പം അതിനകത്ത് ചക്ക വിളഞ്ഞോന്ന് നോക്കാനായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി പോയതാണ്. പക്ഷേ ചക്ക വലിയ വിളവൊന്നും ആയിട്ടില്ല, നമുക്കത് വിളവായി വരുന്നേ ഉള്ളൂ. കൊത്തൻ ചക്കയായിട്ട് കിടക്കുക. അപ്പോഴത്തേക്കാണ് പറങ്ങിമാവൊക്കെ നല്ലോണം പൂത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉടനെ വിജീഷേട്ടൻ്റെ അടുത്ത കലാപരിപാടി കഴിഞ്ഞാൽ ഈ നല്ല പരുവാവുന്നതിന് മുമ്പ് ഇത് പറിച്ച് തിന്നും. പിന്നെ അവിടെ ചക്ക താണ്ടെ ഒന്നും ആയില്ല, ചെറിയ ചക്ക, ഇത് കൂഴച്ചക്ക, ഉണ്ടച്ചക്ക അതാണിത്. അതുകൊണ്ട് ഒന്നും പരുവൊന്നും ആയില്ല. നമ്മൾ പിച്ചാലും കൊത്താനാണ്, പിന്നെ നമുക്ക് കളയേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങൾ എടുത്തില്ല, ചക്കയൊന്നും എടുത്തില്ല. അത് അപ്പോഴത്തേക്ക് കണ്ടേ മൂത്ത ആൾ പറങ്ങുമാവിൻ്റെ മേളിൽ വലിഞ്ഞ് കയറി. താഴെ ഇറങ്ങാൻ പറ വേദ, ശ്രീമോള് പറ താഴെ ഇറങ്ങാൻ പറ, താഴെ ഇറങ്ങാൻ പറ, അടിയരുന്ന് പറ, താഴെ ഇറങ്ങാൻ പറ, അച്ഛനടുത്ത് പറഞ്ഞു കൊടുക്കൂന്ന് പറ, അച്ഛനെ വിളി. ശ്രീമോള് കയറിന്ന് പറ, മരത്തി കയറി, ശ്രീമോള് മരത്തി കയറി. വിജി ചേട്ടാ ഓടി വായോ, പറ, അച്ഛനെ വിളി, താഴെ ഇറങ്ങടി. മരം കയറി. അപ്പോൾ ഇന്ന് ഇത്ര തന്നെ ഉള്ളായിരുന്നു നമ്മുടെ ചെറിയ ചെറിയ വീട്ടുകാര്യങ്ങൾ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു.